അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനെ വന്ന് നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. കടമുള്ള ഒരാളുടെ അയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വാക്കുകളാണ്: നിങ്ങളുടെ കടങ്ങൾ വീട്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ഒരു ബാധ്യതയുമില്ല. ഇതുപോലെ തന്നെ കുറ്റ ആരോപണങ്ങൾ ഏറ്റ ഒരാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുകളാണ് കോടതി മുഖാന്തരം അല്ലെങ്കിൽ ലീഗലി പറയപ്പെടുകയാണ്, ഉത്തരവിറക്കുകയാണ്: ഈ കുറ്റ ആരോപണങ്ങൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു വസ്തുതയുമില്ല, ഈ കുറ്റ ആരോപണങ്ങൾ ഇനി നിങ്ങളുടെ മേൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ലീഗലായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പത്രം. ഇതേപോലെ തന്നെ മനുഷ്യരാശിയുടെ എല്ലാ തരത്തിലുള്ള കടങ്ങളും വീട്ടപ്പെട്ടിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള കുറ്റ ആരോപണങ്ങളും ക്യാൻസൽഡ് ആക്കിയിരിക്കുന്നു എന്ന് സ്വർഗം മുദ്രയടിക്കപ്പെട്ട ഒരു വാക്കുകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തെ മൊഴികൾ. ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ട് ഏറ്റവും അർത്ഥം നഷ്ടപ്പെട്ട ഈ ഒരു വാക്കുകളുടെ ആത്മീയ സാരാംശം ഇന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പല ബൈബിളുകളിലും പല രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മലയാളം ബൈബിളിൽ തന്നെയാണെങ്കിലും നിവർത്തിയായി എന്ന് ചില ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നുണ്ട്. ചിലയിടത്ത് എഴുതിയിരിക്കുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു, നിവർത്തിയായി പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഏറെക്കുറെ സിമിലർ ആണ് എന്ന് പറയാവുന്ന ഈ ഒരു വചനം ഇംഗ്ലീഷിൽ ഒട്ടുമിക്ക ട്രാൻസ്ലേഷനുകളിലും സെയിം വേഴ്സ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്: ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി അതിൻ്റെ ഗ്രീക്ക് വേർഷൻ, പുതിയ നിയമം ഗ്രീക്കിൽ എഴുതപ്പെട്ടത് കൊണ്ട് ഗ്രീക്ക് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ടെറ്റലസ്റ്റായി എന്ന ഗ്രീക്ക് പദമാണ്. എന്നാൽ യേശുക്രിസ്തു ഗ്രീക്കോ ഇംഗ്ലീഷോ മലയാളമോ മറ്റേതൊരു ഭാഷയുമല്ല സംസാരിച്ചത് കൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ മൊഴിയും യേശു സംസാരിച്ചിരുന്ന ഭാഷ തന്നെയാണ്. ഇനി യേശു സംസാരിച്ച ഭാഷ അരാമ്യ ഭാഷയാണ് എന്ന് പറയപ്പെടുന്നു. രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അരാമ്യ ഭാഷ ഹീബ്രു ഭാഷയുടെ ഒരു ഡയലക്റ്റ് മാത്രമാണ്. അരാമ്യ ഭാഷയും ഹീബ്രു ഭാഷയും തമ്മിൽ വളരെ വലിയ സാമ്യം തന്നെയാണുള്ളത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിനകത്ത് കാണപ്പെടുന്നുള്ളൂ. ഗ്രീക്കിൽ പുതിയ നിയമം എഴുതിയപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളുടെ ട്രാൻസ്ലേഷൻ തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഗ്രീക്ക് ടെറ്റലിസ്റ്റായി എന്ന വേഴ്സിൻ്റെ ഹീബ്രു ആരമിക് സിമിലർ ആയിട്ടുള്ള ടേമാണ് നിഷ്ലാം എന്ന പദം. നിഷ്ലാം, സ്ലം എന്ന SHLM ഷ്ലം എന്ന റൂട്ട് വേർഡിൽ നിന്നുമാണ് ഈ നിഷ്ലാം എന്ന പദം വരുന്നത്. ഈ ഒരു പദത്തിൻ്റെ അർത്ഥമാണ്, ഈ ഒരു വേർഡിൻ്റെ അർത്ഥമാണ് പെയ്ഡ് ഇൻ ഫുൾ. മുഴുവനും വീട്ടിയിരിക്കുന്നു, മുഴുവനും വില കൊടുത്തിരിക്കുന്നു, എല്ലാ കടങ്ങളും വീട്ടിയിരിക്കുന്നു, ഇനി ഒന്നും ബാക്കിയില്ല, ഒന്നും കുറവ് വെച്ചിട്ടില്ല, സമ്പൂർണമാക്കിയിരിക്കുന്നു. ഇനി ചിലർക്കൊക്കെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംശയമൊക്കെ തോന്നാം. ദുരുദ്ദേശമാണ്, ദുർവ്യാഖ്യാനമാണ് എന്നൊക്കെ പറയുന്നവർക്ക് ആധികാരികമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഈ ഷ്ലം അല്ലെങ്കിൽ നിഷ്ലാം എന്ന പദത്തിൽ നിന്നാണ് ഷാലോം എന്ന പദം വന്നിരിക്കുന്നത്. ഷാലോം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ സമാധാനം എന്ന് ഓർമ്മ വരും. കാരണം നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന അർത്ഥം അതാണ്. പക്ഷേ ഈ സമാധാനം എന്നതിന് എന്താണ് യഥാർത്ഥത്തിൽ ബിബ്ലിക്കലി അല്ലെങ്കിൽ ഹീബ്രു ആരമിക് യൂസേജിൽ വരുന്നതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ഈ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഒന്നിനും കുറവില്ലാത്ത, സമ്പൂർണമായത്, പൂർണ്ണമാക്കിയത് എന്നുള്ളതാണ് ഷാലോം, സമാധാനം, ഒന്നിനും കുറവില്ലാത്തത് എന്ന ബിബ്ലിക്കൽ അർത്ഥം. ആധികാരികമായിട്ട് പറയുകയാണ്. എല്ലാം വീട്ടിയിരിക്കുന്നു, ഒന്നും ബാക്കി വെച്ചിട്ടില്ല, കടങ്ങളെല്ലാം വീട്ടിയിരിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നത് മനസ്സിലാക്കാൻ പ്രാചീന ഹീബ്രൂസിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അത്. അന്നത്തെയും ഇന്നത്തെയും ഒക്കെ കാലത്തുണ്ട്. കടം മേടിച്ചാൽ ഒരു കട ചീട്ടുണ്ട്, കടം ആണ്, കടക്കാരനാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കടച്ചീട്ടിൻ്റെ പുറത്ത് കടം വീട്ടി കഴിയുമ്പോൾ അവർ എഴുതുമായിരുന്നു നിഷ്ലാം, ഷ്ലാം, ഈ കടം വീട്ടിയിരിക്കുന്നു, ഇനി ഇത് നിലനിൽക്കുന്നില്ല, ഇറ്റ് ഈസ് ക്യാൻസൽഡ്, ദർ ഇസ് നോ ഡെറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു മുദ്ര അന്ന് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് അന്നത്തെ രീതി തുടർന്നിരുന്ന യഹൂദനായിരുന്ന യേശുവും പറഞ്ഞത്: നിഷ്ലാം, പെയ്ഡ് ഇൻ ഫുൾ, കടങ്ങൾ വീട്ടപ്പെട്ടിരിക്കുന്നു, കടങ്ങൾ വീട്ടപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വാക്യം നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത്. കൊലോസ്യർ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്
ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇനി മറ്റൊരു ബൈബിൾ എഴുതിയിരിക്കുന്നതും വായിക്കാം. നമുക്ക് പ്രതികൂലമായിരുന്ന നമ്മളുടെ കടങ്ങളുടെ ചീട്ട് തൻ്റെ കൽപ്പനകളാൽ താൻ മായ്ച്ചു കളഞ്ഞു. അതിനെ മധ്യേ നിന്നും മാറ്റി ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കടങ്ങളുടെ ചീട്ട് എന്നതാണ്. ഞാൻ ആദ്യം വായിച്ച ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വിരോധമായി നിന്നിരുന്ന കൈയെഴുത്ത് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല ബൈബിളുകളിലും പലതരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ചില ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കടപത്രം, ചിലയിടത്ത് എഴുതിയിരിക്കുന്നത് കടങ്ങളുടെ ചീട്ട്, ചിലയിടത്ത് എഴുതിയിരിക്കുന്നത് കയ്യൊപ്പ് എന്നതാണ്, നിങ്ങൾക്ക് എതിരെ ഉണ്ടായിരുന്ന കയ്യൊപ്പ്. ഇനി ചില ബൈബിളുകളിൽ ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു യൂസേജാണ് എഴുതിയിരിക്കുന്നത്. ലിഖിത നിയമങ്ങൾ എന്നതാണ് എഴുതിയിരിക്കുന്നത്. ലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന പ്രമാണം തെറ്റിച്ചത് കൊണ്ട് ഇന്ന നിയമം അനുസരിച്ച് ഇന്ന ശിക്ഷയ്ക്ക് ഇന്ന ആള് യോഗ്യനാണ് എന്നുള്ള ലിഖിത നിയമങ്ങൾ. ലിഖിത നിയമങ്ങൾ ഇതിന് ഇംഗ്ലീഷ് ബൈബിളിലും പലതരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ചിലയിടത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെറ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, ചിലയിടത്ത് റെക്കോർഡ് ഓഫ് ഡെറ്റ് എന്നതാണ്, ചിലയിടത്ത് KJV വേർഷൻ എഴുതിയിരിക്കുന്നത് ബ്ലോട്ടിംഗ് ഔട്ട് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന ഉത്തരവുകൾക്കും അവൻ അതൊക്കെ ബ്ലോട്ട് ചെയ്ത് കളഞ്ഞു, അതൊക്കെ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ പുറത്ത് അന്നത്തെ രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മുദ്ര, പെയ്ഡ് ഇൻ ഫുൾ, പൂർണ്ണമായിട്ട് കടങ്ങൾ വീട്ടപ്പെട്ടിരിക്കുന്നു എന്നത് എഴുതി അത് ക്രൂശിൽ തറച്ചു എന്നത് ഈ ഒരു ബൈബിളുകളിൽ നമ്മൾ വായിച്ച ക്രൂശിൽ തിരിച്ച് തറച്ചു എന്നുള്ള യൂസേജ് ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ കടപത്രത്തിൻ്റെ മുകളിൽ പെയ്ഡ് ഇൻ ഫുൾ നിഷ്ലാം എന്ന് പ്രഖ്യാപിച്ച് അത് ക്രൂശിൽ തറച്ചു. മാത്രമല്ല പബ്ലിക് സ്പെക്ടക്കിൾ ആക്കിയിരിക്കുന്നു എന്നത് ഇംഗ്ലീഷ് യൂസേജിൽ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലീഗൽ ബൈൻഡിങ് ഇനി നിലനിൽക്കുന്നില്ല എന്നുള്ളത് ക്രൂശിൽ തറച്ച് എല്ലാവർക്കും കാണാൻ വേണ്ടി പരസ്യമായ കാഴ്ചയാക്കി, പബ്ലിക് സ്പെക്ടക്കിൾ ആക്കി. ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ട് ഇത് വായിക്കുമ്പോൾ പലപ്പോഴും സാത്താനെയും അവൻ്റെ വർഗത്തെയും ഒക്കെ പബ്ലിക് സ്പെക്ടക്കിൾ ആക്കി എന്നുള്ളതാണ് ഒരുപാട് പേരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾക്കും എനിക്കും എതിരെ ഉണ്ടായിരുന്ന കടച്ചീട്ട്, പാപങ്ങളുടെ കടച്ചീട്ട്, രോഗങ്ങളുടെ കടച്ചീട്ട്, ശാപങ്ങളുടെ കടച്ചീട്ട്, ഇതിൻ്റെയൊക്കെ മേൾ പെയ്ഡ് ഇൻ ഫുൾ എന്ന് എഴുതി അത് ക്രൂശിൽ തിരിച്ചു തറച്ച് പബ്ലിക് സ്പെക്ടക്കിളാക്കി, പരസ്യമായ കാഴ്ചയാക്കി. ഇനി ഇത് നിലനിൽക്കുന്നില്ല. ഇനി ഈ ഒരു ലീഗൽ ബൈൻഡിങ് എൻ്റെ മക്കൾക്ക് എതിരെയില്ല. സാത്താന് ഇനി ഒരു തരത്തിലും ഇവർക്കെതിരെ കുറ്റ ആരോപണങ്ങളുമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ഒരു വകയും ഇല്ല എന്നുള്ളത് യേശു അന്ന് അവിടെ പ്രഖ്യാപിച്ചു. സ്വർഗം പ്രഖ്യാപിക്കുകയായിരുന്നു. വലിയ ഒരു മുദ്ര തന്നെയാണ്, വലിയൊരു പ്രഖ്യാപനം തന്നെയാണ്, വലിയൊരു റദ്ദാക്കൽ തന്നെയാണ് അവിടെ യേശു നടത്തിയത് തൻ്റെ അവസാനത്തെ മൊഴിയിൽ കൂടി. സ്വർഗം നമ്മൾക്ക് എതിരെ ഉണ്ടായിരുന്ന ആ ഒരു കടപത്രം റദ്ദാക്കി കളഞ്ഞു. എല്ലാ തരത്തിലുള്ള കടപത്രങ്ങളും റദ്ദാക്കി കളഞ്ഞു. അവസാനത്തെ വാക്ക് എല്ലാം നിവർത്തിയായിരിക്കുന്നു, ഞാൻ എന്തിനാണോ വന്നത് അതെല്ലാം നിവർത്തിയാക്കി പൂർത്തിയായി എന്നുള്ളത് ഒന്നുമല്ല. യഥാർത്ഥത്തിൽ കടപത്രത്തിൻ്റെ മേൽ അവൻ മുദ്രയടിച്ച് തരികയായിരുന്നു, പെയ്ഡ് ഇൻ ഫുൾ. എല്ലാ കടങ്ങളും ഞാൻ വീട്ടിയിരിക്കുന്നു, ഒന്നും നിലനിൽക്കുന്നില്ല, പൂർണ്ണമായ സമ്പൂർണമായ രക്ഷ ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സ്വർഗത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു യേശുവിൻ്റെ അവസാനത്തെ മൊഴികൾ. നിഷ്ലാം, നിഷ്ലാം, എല്ലാം വീട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിലുണ്ടായിരുന്ന വലിയ സെപ്പറേഷൻ, ആ വലിയ മതിൽ അന്ന് ഇടിഞ്ഞു വീണു. പാപകടങ്ങളാകുന്ന ആ ഒരു സെപ്പറേഷൻ ഇല്ല മാറ്റിയതിനെയാണ് ഈ ഒരു കൊലോസ്യ ലേഖനത്തിലും നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്നുള്ള ഒരു യൂസേജ് ഉണ്ട് അതിനകത്ത്. നടുവിൽ നിന്നും അല്ലെങ്കിൽ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്നുള്ളത് എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഇടയിൽ ഇനി ഒരു സെപ്പറേഷൻ ഇല്ല. പാപക്കടങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്തത് കൊണ്ട് ഒരു തരത്തിലുള്ള ലജ്ജയോ ഭീതിയോ കടഭാരമോ ആയിട്ട് എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ വരരുത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ക്രൂശിൽ യേശു നേടിയെടുത്ത് തന്ന ഈ ഒരു വിജയ പ്രഖ്യാപനം നമ്മൾക്ക് എല്ലാവർക്കും ഇതെൻ്റേതാണ്, എനിക്ക് വേണ്ടിയാണ് പെയ്ഡ് ഇൻ ഫുൾ, എൻ്റേതാണ്, എൻ്റെ കടങ്ങളാണ് യേശു വില കൊടുത്ത് തിരിച്ചു വാങ്ങിയിരിക്കുന്നത്, കടം വീട്ടിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് പ്രഖ്യാപിക്കും. ഇതെല്ലാവരുടെയും മനസ്സിൽ ഇരിക്കട്ടെ.
ഇന്നു മുതൽ ദൈവത്തിൻ്റെ അടുക്കൽ ഭയത്തോടു കൂടിയോ ലജ്ജയോടു കൂടിയോ പാപിയാണ് എന്നുള്ള ആ ഒരു ചിന്തയോടു കൂടിയോ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം യേശു ക്രൂശിൽ നേടിയെടുത്തത് വെറുതെ ആയി പോകാൻ അനുവദിച്ചുകൂടാ. ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ട് പല കാര്യങ്ങളും മങ്ങിക്കിടക്കുന്നു, ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ആത്മീയ കടങ്ങൾ, മനുഷ്യരാശിയുടെ ആത്മീയ കടങ്ങളെ എഴുതിത്തള്ളിയ, റദ്ദാക്കിയ, മുദ്രയടിച്ച യേശുവിൻ്റെ ആ ഒരു വാക്കുകളെ കുറിച്ചാണ്. അടുത്ത ആഴ്ച അടുത്ത ഒരു മെസ്സേജിൽ ഈ ഒരു വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സോ കം fall in love with Jesus and fall in love with the word of God.